എന്നെ ഒന്ന് ഗുഡ് ഈവനിങ് മാറ്റിനി അഡ്മിനാക്കണേ. വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയും കൂടെ ടച്ച് ചെയ്യാണ്. PMEGP കേന്ദ്ര സർക്കാരിന്റെ ഒരു സബ്സിഡി സ്കീമാണ്. ഒരു എന്റർപ്രണർ എന്ന നിലയിൽ അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ലോറൻസ് മാത്യു സാറാണ്. ഇതിനു മുമ്പും സാറ് ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം എന്നുള്ള ആമുഖത്തോടുകൂടി ക്ലാസ് എടുത്തിരുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള സ്കീമുകൾ അതിലൂടെ പണം സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒത്തിരി നിർദ്ദേശങ്ങൾ ലോറൻസ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കാം. സാറ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു, കോട്ടയത്താണ്. കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ സാറ് ഇഷ്ടമെടുക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിയ സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോറൻസ് സാർ, യു ആർ വെൽക്കം. യെസ് സാർ, ബട്ട് എന്നെ ഒന്ന് അഡ്മിനല്ല കോ ഹോസ്റ്റ് ആക്കുക സാറേ. സാറേ കോ ഹോസ്റ്റ് ആക്കണേ. ശരിയല്ലേ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വെൽക്കം ഓൾ. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാം സാർ, കാണാം. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് കേൾക്കാലോ അല്ലേ സാറേ? കേൾക്കാം. ഓക്കെ. there are 3 kinds of business. 1 പ്രൊഡക്ഷൻ, 2 സർവീസ്, 3 ട്രേഡിംഗ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഇപ്പോൾ എടുത്തു പോകുന്നു. അപ്പൊ ഈ പ്രൊഡക്ഷനും സർവീസും ട്രേഡിങ്ങും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഒറ്റവാക്കി പറയാം. ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ പ്രോഡക്റ്റ് ആയി മാറുന്നത് പ്രൊഡക്ഷനാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നു, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു, പ്രൊഡക്ഷൻ. അതായത് 3 കാര്യം സംഭവിക്കണം ഒരു സംഭവം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, അതൊരു മെക്കനൈസ്ഡ് പ്രോസസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ഉണ്ടായിരിക്കും. വീട്ടിൽ വെച്ച് നമ്മൾ കൈകൊണ്ട് ചപ്പാത്തി വരുത്തി ഒരു 1000 ചപ്പാത്തി വരുത്തി വിറ്റാലും ഇത് പ്രൊഡക്ഷൻ എന്ന രീതി ഗവൺമെന്റ് എടുക്കത്തില്ല. പക്ഷെ നമുക്കൊരു മെഷീൻ ഉണ്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു രൂപമാറ്റം സംഭവിക്കും. ചപ്പാത്തി, ഗോതമ്പ് മാവ് ചപ്പാത്തി ആകുമ്പോൾ അവിടെ ഒരു രൂപത്തിന് ചേഞ്ച് ഓഫ് ഫോം സംഭവിക്കുന്നുണ്ട്. 2 കണ്ടീഷനായി. മൂന്നാമത്തെ കണ്ടീഷൻ, ദർ ഷുഡ് ബി എ വാല്യൂ അഡിഷൻ. ഒരു വാല്യൂ അഡിഷൻ വേണം. അതായത് മൂല്യവർദ്ധന ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവർക്ക് അറിയില്ലാത്തൊരു ജോലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സർവീസാണ്. ഉദാഹരണം, ബ്യൂട്ടി പാർലർ സർവീസാണ്. ഒരു സ്റ്റുഡിയോ വീഡിയോ വർക്കൊക്കെ സർവീസാണ്. കാരണം മറ്റുള്ളവർക്ക് അറിയില്ല, നമ്മളത് പ്രൊഫഷണലായിട്ട് ചെയ്തു കൊടുക്കും. ദാറ്റ് ഈസ് സർവീസ്. മൂന്നാമത്തത് കച്ചവടം. കച്ചവടം എന്ന് പറയുമ്പം ഒരു ലേഡി സ്റ്റോർ, ഒരു പലചരക്ക് കട, ഇതൊക്കെ കച്ചവടം. അവിടെ രൂപമാറ്റം സംഭവിക്കുകയോ സർവീസോ ചെയ്യുന്നില്ല. അവിടെ ആരൊക്കെ ഉണ്ടാക്കിയ പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഒരു മാർക്കറ്റ് നമ്മൾ വിൽക്കുകയാണ്. ഇതിനകത്ത് ഈ പ്രൊഡക്ഷനും സർവീസിനും മാത്രമേ PMEGP എന്ന് പറയുന്ന ഈ സെൻട്രൽ ഗവൺമെന്റ് സ്കീം പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് ഉപയോഗിച്ച് ഒരു പലചരക്ക് കട തുടങ്ങാനോ ഒരു മീൻകട തുടങ്ങാനോ ഒന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാം, ഒരു ടൈലറിംഗ് ഷോപ്പ് തുടങ്ങാം, ഇത് വണ്ടിയുടെ വർക്ക്ഷോപ്പ് തുടങ്ങാം, ഇതൊക്കെ ചെയ്യും. ഇപ്പം ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസും ചെയ്യാം. അതായത് ഇപ്പോൾ ഓട്ടോറിക്ഷ പോലെയുള്ള അത് ചെയ്യാം. ടൂറിസ്റ്റ് വാഹനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, രണ്ടും രണ്ടാണ്. ടൂറിസ്റ്റ് വാഹനമല്ല, കാരണം അത് ഈയിടെ ഒരു തർക്കം വന്ന കേസാണ്. നമുക്ക് പാസഞ്ചർ ഓട്ടോ സർവീസ്, അപ്പോൾ ഒരു 3 ലക്ഷം രൂപ വരെ വരുന്ന ഒരു ഓട്ടോ, അത്രയും വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ PMEGP എന്ന് പറയുന്ന ഈ സ്കീം ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ സർവീസിന് മാത്രമേ പറ്റുള്ളൂ, കച്ചവട സ്ഥാപനത്തിന് പറ്റില്ല. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. ഇത് മുദ്ര അല്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാനായിട്ട് നിരവധി വേദികൾ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് വേദികൾ നിന്ന സമയത്ത് പല സ്ഥലത്തും ഇത് തുടങ്ങുമ്പോൾ തന്നെ സദസ്സിൽ നിന്ന് ഉതരുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഇത് മുദ്രയാണോ? ഇത് മുദ്രയല്ല. മുദ്ര എന്ന് പറയുന്ന ഒരു ലോൺ ആണ്.
മുദ്രയ്ക്കൊക്കെ മുന്നമേ, എത്രയോ മുന്നമേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു സ്കീമാണ്. 2008 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇതൊരു ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ പറ്റുമെന്ന് എഴുതി വെക്കുക. പ്രൊഡക്ഷനും സർവീസിനും വേണ്ടി മാത്രമേ പറ്റുള്ളൂ, ട്രേഡിങ്ങിന് പറ്റില്ല. ഇതൊരു ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. എന്ന് പറഞ്ഞാൽ ലോൺ ഉണ്ടെങ്കിലേ സർക്കാർ സബ്സിഡി കിട്ടുള്ളൂ. അതെങ്ങനെയാണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അടുത്തത്, ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് നമുക്ക് എന്താ പറയുക, ഈ എന്താ പറയുക, പ്രൊഡക്ഷനും സർവീസിനും മാത്രമേ പറ്റൂ. ഓർത്തിരുന്നല്ലോ. അതുപോലെ തന്നെ ഇത് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റ് ഇതിനകത്ത് ചെയ്യാം. സർവീസ് ആണെങ്കിൽ ഇപ്പോൾ അത് 20 ലക്ഷം വരെയാണ്. അത് 25ഉം 10ഉം ആയിരുന്നു, ഇപ്പൊ അത് ഹൈക്ക് ചെയ്താണ് 2 വർഷമായിട്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ 50 ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. സർവീസ് യൂണിറ്റ് ആണെങ്കിൽ 20 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇനി ഇതിനകത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 90 മുതൽ 95% വരെ, അതായത് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 90 മുതൽ 95% വരെ വായ്പയാണ്, ലോണാണ്. 15 മുതൽ 35% വരെ സബ്സിഡിയാണ്. ഈ സ്ക്രീൻ കണ്ടാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1 മിനിറ്റ്. എന്താ ജീന, ജീനയുടെ ഹസ്ബൻഡ് നമ്പർ എടുക്കാം, അനീഷ് കേട്ടോ. അത് അറിയത്തില്ല. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഇത് 3 ഏജൻസി വഴി ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. ഒന്ന് KVIC. KVIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, അവരുടെ ഓഫീസ് തിരുവനന്തപുരത്താണ്. 2 KVIB. KVIB എന്ന് പറഞ്ഞാൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ബോഡിയാണ്. അവർക്ക് എല്ലാ ജില്ലാ ആസ്ഥാനത്തും ഓഫീസ്. KVIC ആദ്യം എഴുതിയേക്കുന്ന KVIC സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്, തിരുവനന്തപുരത്ത് മാത്രമേ. പിന്നെ ഒന്ന് കയർ ബോർഡാണ്, അത് കയർ റിലേറ്റഡ് പ്രോജക്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് DIC ആണ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. അതായത് ഞങ്ങളുടെ ജില്ല ഓഫീസ്, ഞങ്ങളെ DIC. ഇനി നമ്മുടെ നാടിനെ ഈ സ്കീം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് റൂറൽ ഏരിയ എന്നും 2 അർബൻ ഏരിയ എന്നും പറയും. റൂറൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. റൂറൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. അപ്പൊ അർബൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും, റൂറൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. നോക്ക്, KVICക്കും KVIBക്കും ഈ സ്കീം റൂറൽ ഏരിയയിൽ മാത്രമേ നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. KVICക്കും KVIBക്കും സ്കീം റൂറൽ ഏരിയ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ DICക്ക്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്, ഈ സ്കീം റൂറൽ ഏരിയയിൽ നടപ്പിലാക്കാം, അർബൻ ഏരിയയിൽ നടപ്പിലാക്കാം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയം മുനിസിപ്പാലിറ്റിയിലോ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലോ ഈ സ്കീം ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് DIC ആയിരിക്കും. കാരണം ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സ്കീം, ഒരു സംരംഭം മുനിസിപ്പാലിറ്റിയിലെ സംരംഭമാണോ, റൂറലിലെ സംരംഭമാണോ, അല്ലെങ്കിൽ അർബനിലാണോ റൂറലാണോ തീരുമാനിക്കപ്പെടുന്നത് ആ സംരംഭകൻ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ടല്ല. മറിച്ച് സംരംഭകൻ എവിടെയാണോ തന്റെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് നോക്കി. ഫോർ എക്സാമ്പിൾ, ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് പഞ്ചായത്തിൽ, കോട്ടയം താലൂക്ക് തന്നെ മണർകാട് പഞ്ചായത്തിൽ. പക്ഷെ ഞാൻ വന്നിട്ട് കോട്ടയം കഞ്ഞിക്കുഴിയിൽ വന്നൊരു സ്ഥാപനം തുടങ്ങിക്കില്ല. എന്റെ സ്ഥാപനത്തെ കണക്കാക്കുന്നത്
അർബൻ ഏരിയയിലെ സംരംഭമായിട്ടാണ്. കാരണം സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത്. തിരിച്ച് ഞാൻ മുനിസിപ്പാലിറ്റി താമസക്കാരനും മണർകാട് പഞ്ചായത്തിൽ പോയാണ് സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ എൻ്റെ സ്ഥാപനത്ത് റൂറലിലെ സംരംഭമായിട്ട് കണക്ക് വരും. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. ഇനി ഇത് പുതിയ സംരംഭങ്ങൾക്ക് മാത്രം പറ്റും എന്ന് പറഞ്ഞാൽ പഴയ സംരംഭങ്ങൾക്ക് ഇത് പറ്റില്ല എന്നർത്ഥം. അപ്പൊ പഴയ ചില ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ബോർഡ് ഒന്ന് മാറ്റി പുതിയത് വെക്കട്ടെ, കുറച്ചുകൂടെ മെഷീൻ എടുക്കാനും കുറച്ചുകൂടെ തയ്യൽ മെഷീൻ എടുക്കാനും. പറ്റത്തില്ല. പ്യുവർലി പുതിയ സംരംഭം എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുത്ത പൈസ കൊണ്ട് മെഷീൻ മേടിക്കും മാത്രമേ ഇതിന് പുതിയ സംരംഭം എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതാണ് എന്റെ കാര്യം. ഇനി ഇതിന്റെ യോഗ്യത നോക്കാം. മിനിമം 18 വയസ്സാണ്. മാക്സിമം ഏജ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാക്സിമം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു ഇത് ലോൺ ലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ആണ്. ഒരു 75 വയസ്സുള്ള 80 വയസ്സുള്ള ആൾക്ക് ബാങ്കിൽ ലോൺ തരണമെന്ന് വെച്ചെടുത്താൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ബട്ട് 63 വയസ്സുള്ള ആൾക്ക് കിട്ടിയ സംഭവം എനിക്ക് നേരിട്ടാണ്. അപ്പൊ അത് ബാങ്കിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ മിനിമം 18 മാക്സിമം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വരുമാന പരിധി ബാധകമല്ല എന്ന് പറഞ്ഞ് ഇവിടെ APL BPL എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞാൽ ഉത്പാദന വ്യവസായങ്ങൾക്ക് 50 ലക്ഷം വരെയും സേവന സംരംഭങ്ങൾക്ക് 20 ലക്ഷം വരെയും നടപ്പിലാക്കാം. ഇനി മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ യോഗ്യത 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നതായ പ്രൊഡക്ഷനും 5 ലക്ഷത്തിന് മുകളിൽ വരുന്നതായ സർവീസിനും 8ാം ക്ലാസ് പാസ്സായിരിക്കും. അതൊന്ന് വിശദമാക്കാം. നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ സംരംഭം ചെയ്യണം. ഒരു എന്താ പറയണേ, സിമന്റ് കട്ട ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രോജക്റ്റ് വേണമെങ്കിൽ, അത് വായ്പ വേണമെങ്കിൽ 8ാം ക്ലാസ് പാസ്സാവും. 10 ലക്ഷം താഴെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ നിബന്ധനയില്ല. ഇനി നിങ്ങൾക്കൊരു തയ്യൽ കട തുടങ്ങും, 5 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 8ാം ക്ലാസ് പാസ്സാവും. ഇനി ഞാൻ പറഞ്ഞല്ലോ, പുതിയ സംരംഭങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിലവിൽ കേന്ദ്ര സർക്കാരുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതെങ്കിലും സഹായങ്ങൾ ലഭിച്ചുള്ള സ്ഥാപനങ്ങൾ അപേക്ഷിക്കാൻ പാടില്ല. ഈ സ്ലൈഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ ഡൗട്ട് ഓരോന്നും ക്ലിയർ ചെയ്ത് പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഈ സ്ലൈഡിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ക്ലിയർ ആണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എളുപ്പമുണ്ട്. ഓക്കെ, അടുത്തത്. ശരി, അടുത്ത സ്ലൈഡ്. വായ്പ നൽകുന്ന ബാങ്ക് പൊതുമേഖലാ ബാങ്ക്, റീജിയണൽ ഗ്രാമീൺ, നമ്മുടെ റീജിയണൽ ബാങ്ക് ഉണ്ടല്ലോ, കേരള ഗ്രാമീൺ ബാങ്ക് ഒക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്, സിഡ്ബി, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് വായ്പ എടുക്കുക. ഇനി വായ്പ എടുക്കുക എന്ന് പറയുമ്പോൾ സർവീസ് ഏരിയ ബാങ്ക് എന്നൊരു കൺസെപ്റ്റ്, അവിടെ നിന്ന് ബാങ്ക് വായ്പ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനതൊന്ന് വിശദമാക്കി. അപ്പം ഞാൻ മണർകാട് പഞ്ചായത്ത് താമസിക്കുന്ന ഞാൻ പറഞ്ഞു, 12ാം വാർഡിലാണ്. ഞാൻ 15ാം വാർഡിൽ ചെന്നാണ് സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചു. 12ാം വാർഡിലെ താമസക്കാരന് 15ാം വാർഡിൽ. അപ്പൊ ഈ 12ാം വാർഡിന് ഒരു ബാങ്ക് ഉണ്ട്. അതായത് ബാങ്കാന്ന് എനിക്ക് ഓർമ്മയില്ല, കാര്യം എൻ്റെ ഞാനൊരു എക്സൽ സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പം പറയുന്നത് മാത്രമേ ഉള്ളൂ. 12ാം വാർഡിൽ ഏതെങ്കിലും ഒരു ബാങ്കുണ്ട്. ഉദാഹരണമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 12ാം വാർഡിന്റെ സർവീസ് ഏരിയ ബാങ്ക് കാനറ ബാങ്ക് ആണെന്ന് വിചാരിച്ചോളൂ. 15ാം വാർഡിന്റെ സർവീസ് ഏരിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെന്ന് ചിന്തിക്കും. അപ്പൊ ഞാൻ 12ാം വാർഡിലെ താമസക്കാരൻ, ഞാൻ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് 15ാം വാർഡിലാണ്. അപ്പൊ ഞാൻ വായ്പ എടുക്കാനായിട്ട് എൻ്റെ സർവീസ് ഏരിയ എന്ന് പറയുന്നത് എൻ്റെ സ്ഥലമല്ല, ആദ്യം പറഞ്ഞ പോലെ സ്ഥലമല്ല, 15ാം വാർഡിന്റെ ബാങ്ക് ഏതാണ്? 15ാം വാർഡിലാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB ആണ് എൻ്റെ ബാങ്ക്. ഇവിടെ നിന്നാണ് ഞാൻ എടുക്കേണ്ടത്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് എടുത്തില്ലെങ്കിലും സബ്സിഡി നൽകുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാര്യം പാലാ മുനിസിപ്പാലിറ്റി തുടങ്ങിയ സംരംഭത്തിന് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലോൺ കൊടുത്ത കഥ എനിക്കറിയാം. പക്ഷെ അതൊക്കെ റേറസ്റ്റ് കേസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം വരെ യാതൊരു ഈടും, അഡീഷണൽ ഈട് വേണ്ടാത്തൊരു ലോണാണ് PNGT എന്ന് പറയുന്നത്. 10 ലക്ഷം വരെ എക്സ്ട്രാ, അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വീടിന്റെ ആധാരം കൊടുത്തിട്ടല്ല വണ്ടി എടുക്കും, വണ്ടി തന്നെ സെക്യൂരിറ്റി. അപ്പോൾ 10 ലക്ഷം വരെയുള്ള മെഷീനാണ് സെക്യൂരിറ്റി. 10 ലക്ഷത്തിന് അപ്പുറത്തേക്ക് 15 ലക്ഷം ആണെങ്കിൽ എക്സ്ട്രാ വരുന്ന 1 ലക്ഷം നിങ്ങൾ സെക്യൂരിറ്റി കൊടുത്താൽ മതി. അതുകൊണ്ട് പല ബാങ്കുകളും ഒന്നും മടിക്കും. കാര്യം എന്ന് വെച്ചാൽ എന്തില്ല, ഈടില്ല. അപ്പം സർവീസ് ഏരിയ ബാങ്ക് സ്വാഭാവികമായിട്ടും, ഞാനിപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കാണ് എൻ്റെ ബാങ്കിൽ ഞാൻ പറഞ്ഞു, ഉദാഹരണം പറയുന്നത് സർവീസ് ഏരിയ.
12ാം വാർഡിലെ സർവീസ് ഏരിയ കാനറ ബാങ്കാണ്. ഞാൻ 15ാം വാർഡിൽ ചെല്ലുന്നു, 15ാം വാർഡിലാണ് സംരംഭം തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് അക്കൗണ്ട് ഉള്ളത് SBI ആണെന്ന് വിചാരിച്ചു. ഞാൻ SBIയിൽ കയറി. ആരെ ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ ലോൺ തരാൻ തയ്യാറായത്. പക്ഷേ ഇവരുടെയൊക്കെ ബാങ്കിന്റെ ലോണ് പ്രായോഗിക തലത്തിലാണ് ഈ പറയുന്നത്. ബാങ്കിന്റെ ലോണ് പാസ്സാക്കപ്പെടുന്നത് അവരുടെ റീജിയണൽ ബാങ്കിലാണ്. SBI ആണെങ്കിൽ റാസ്ബക്കിലാണ്. അപ്പൊ റീജിയണൽ ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന മാനേജർക്ക് നമ്മളെ അറിയത്തില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ മാനേജർ പറയും, എടോ മാനേജർ മറ്റേ റീജിയണൽ ബാങ്കിന്റെ മാനേജർ നോർമലി ബ്രാഞ്ച് മാനേജർ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് എന്തിന്റെ കേടാണ്, ഇത് നമ്മുടെ ഏരിയ അല്ല, അവരുടെ ഏരിയ പോട്ടെ, അവരുടെ സർവീസ് ഏരിയ പോട്ടെ എന്ന് പറയാൻ പ്രോബബിലിറ്റി കൂടുതലാണ്. പറയണം നിർബന്ധമില്ല, പക്ഷെ കൂടുതലാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദ ലോൺസ് ഫ്രം അവർ സർവീസ് ഏരിയ ബാങ്ക്. ഈ സർവീസ് ഏരിയ ബാങ്ക് ഏതാണെന്ന് ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് ബാങ്കിനും അറിയാം. എല്ലാ വർഷവും നമ്മുടെ ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് കാർഡ് എന്നൊരു ബുക്ക് ലീഡ് ബാങ്ക് ഇറക്കുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് ബാങ്ക്, എല്ലാ മിക്ക ബാങ്കിലും റെഫറൻസിന് കിട്ടും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വ്യവസായ ഓഫീസർമാർ ആദ്യം പറഞ്ഞ നമ്മുടെ പഞ്ചായത്തിലുള്ള PDമാരെയൊക്കെ ആണെങ്കിൽ അവരുടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ 24 പിള്ളേർക്കും ഞാനൊരു എക്സൽ സോഫ്റ്റ്വെയർ, ഞാൻ കോട്ടയത്തെ ആൾക്കാരാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്, നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും, എല്ലാത്തിനും അവർക്ക് അറിയാം. ഞാനും അത് യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് സർവീസ് ഏരിയ ബാങ്കിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മറ്റത് കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഹർഡിലുണ്ട്, റീജിയൽ ബാങ്ക് എന്നുള്ള ഹർഡിലുണ്ട്. ഇല്ലെങ്കിലും സബ്സിഡി നൽകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബാങ്ക് ലോൺ തന്നാൽ, അതായത് ബാങ്ക് ലോൺ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സബ്സിഡി നൽകാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സാറേ, ഈ സ്ലൈഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ സാർ, താങ്ക് യു. അടുത്തത് ഇനി ഇത് എങ്ങനെയാ സംഭവിക്കണം നിങ്ങൾ, ഇത് ഞാനിവിടെ ഒരു വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 ഏജൻസി പ്രധാനമായിട്ടും KVIC, KVIB. സെക്കൻഡ്, നല്ല മഴ. സാർ, 3 ഏജൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ. KVIC ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, KVIC ഓൺലൈൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അറിയില്ലെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു തരാം. KVIC ഓൺലൈൻ. ഈ KVIC ഓൺലൈനിൽ വന്നിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് കൊട്ടേഷൻ വേണം. ഞാനിപ്പോൾ ഉദാഹരണം പറയുന്നത്, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകും. ഒരു ചപ്പാത്തി യൂണിറ്റ് ആണ്, മൊത്തം ഞാൻ 10 ലക്ഷം രൂപ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 60% മെഷീനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചപ്പാത്തി യൂണിറ്റ് ആണെങ്കിൽ ഈ ചപ്പാത്തി യൂണിറ്റിന്റെ 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ 6 ലക്ഷം രൂപയും മെഷീൻ ഇൻവെസ്റ്റ്മെന്റ് ആക്കണം. 4 ലക്ഷം രൂപയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. തിരിച്ച് സർവീസ് യൂണിറ്റ് ആണെങ്കിൽ, ഒരു ബ്യൂട്ടി പാർലർ സർവീസ് യൂണിറ്റ് ആണെങ്കിൽ മിനിമം ഞാൻ പറയുന്നത് മിനിമം 4 ലക്ഷം രൂപ, അതായത് 40% മെഷീൻ ഇൻവെസ്റ്റ്മെന്റ് വേണം, 60% വർക്ക് ക്യാപിറ്റൽ മിനിമം ആണ് ഞാൻ. പിന്നെ പ്രായോഗിക തലത്തിൽ മറ്റേ മിക്ക ബാങ്കുകാർക്കും ടേം ലോൺ എന്ന് പറഞ്ഞാൽ മെഷീന്റെ പുറത്തല്ല, ടേം ലോണ് കൂടിയിരിക്കുന്നവർക്ക് ഇഷ്ടവും. ആരും വേറൊന്നും കൊണ്ടല്ല. 10 ലക്ഷം രൂപ പ്രോജക്റ്റിന് 9 ലക്ഷം 9.5 ലക്ഷവും 9,50,000 മെഷീൻ ആണെങ്കിൽ ബാങ്കിന് ഒത്തിരി നഷ്ടം. അതിനെ അറിയാമെങ്കിൽ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ബാങ്ക് ലോണ് സാധനം എടുക്കണ്ടോ, ഫണ്ട് പിടിച്ചോ, CC പിടിക്കണ്ടേ. നിങ്ങൾ മറ്റേ വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചടച്ചില്ല അവരെ എന്ത് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പ്രായോഗികതയാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാണ് അവർക്ക് താല്പര്യം. പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യണം. പക്ഷെ മിനിമം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, 60% മിനിമം. പ്രൊഡക്ഷൻ ആണെങ്കിൽ മെഷീനായിരിക്കണം. സർവീസ് ആണെങ്കിൽ മിനിമം 40% മെഷീനായി. ഇനി നമ്മൾ ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ KVIC വേണോ, KVIB വേണോ, DIG വേണോ എന്നവരോട് സെലക്ട് ചെയ്യാൻ പ്രൊവിഷൻ, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട് കമ്പ്യൂട്ടർ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, പാർട്ടിയുടെ ഇഷ്ടം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരേ സാധനം 3 പേര് നൽകുന്നത് മാത്രം. പക്ഷെ KVICയിലെ ഒരു സംഭവം ഇല്ല. KVICക്കാര് തിരുവനന്തപുരത്ത് ഓഫീസുള്ളത് ഞാൻ പറയും. കാസർഗോഡ് താമസിക്കുന്ന ഒരു വ്യക്തി KVIC ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകേണ്ട വന്ന് അവർ തിരുവനന്തപുരത്ത്, മനസ്സിലായോ? ഇനി അതല്ല, KVIB ആണെങ്കിൽ ജില്ലാ സ്ഥലത്ത്, കോട്ടയത്ത് തന്നെ മേലുകാവ് താമസിക്കുന്ന വ്യക്തി എന്തെങ്കിലും
ഒരു കാര്യം അറിയണമെങ്കിൽ പിന്നോട്ടത്തിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ KVB ആണെങ്കിൽ കോട്ടയം ടൗണിൽ വരണം. പക്ഷെ DICയെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കോട്ടയം ജില്ലയിലാണെങ്കിൽ 5 താലൂക്കുണ്ട്. എത്ര താലൂക്കുണ്ട് കേരളത്തിൽ? അത്രയും താലൂക്കുണ്ട്. താലൂക്ക് ഓഫീസറുണ്ട്. ബ്ലോക്ക് എത്ര ഉണ്ട്? അത്രയും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലുള്ള ഞങ്ങൾക്ക് ഫീൽഡ് സ്റ്റാഫ്, എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. ഇത് കൂടാതെ ഇപ്പം 2 വർഷമായിട്ട് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും ഞങ്ങൾക്ക് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ BTech MBA കഴിഞ്ഞ പിള്ളേരെ ടെമ്പററി ആയിട്ട് ജോലിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് DIC ആയിട്ട് ബന്ധപ്പെടാൻ. പിന്നെ പാർട്ടിയുടെ ഇഷ്ടമാണ് എവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, റൂറൽ ഏരിയയിൽ മാത്രമേ KVICക്കും ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അർബൻ ഏരിയ ചെയ്യണമെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഞങ്ങൾ തന്നെ വേണ്ടി. എനിവേ, ഞാൻ അതുകൊണ്ട് KVIC KVI തൽക്കാലം വിടുന്നു. ഇവിടെ നിൽക്കുകയാണ്. DICയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും വിചാരിച്ചു. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ DIC ഏതാണ്, നമ്മുടെ ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണ് സെലക്ട് ചെയ്യണം, ഞാൻ പുറകെ വരാം ഒക്കെ ഉണ്ട്, എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ DIC എത്തിക്കേണ്ടതില്ല. ഇപ്പം നിങ്ങളുടെ താലൂക്ക് ഏതാണോ താലൂക്ക് ഓഫീസിൽ എത്തിച്ചാൽ മതി, താലൂക്ക് വ്യവസായ ഓഫീസിൽ എത്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്കിലെ വ്യവസായ ഓഫീസർമാരുടെ അടുത്തോ ഒക്കെ എത്തിച്ചാൽ മതി. എന്നിട്ട് അവർ നേരത്തെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബിഫോർ കൊറോണ. ഇപ്പൊ അത് ഇന്റർവ്യൂ ഇല്ല. ഒരു ഡിസ്ട്രിക്ട് ലെവൽ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്ന് പറയാം, കമ്മിറ്റിയാണ് അത് പാസ്സാക്കി വിടുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ പകരം ഞങ്ങളൊരു സ്കോർ ഷീറ്റ് ഫില്ല്. നേരത്തെ വെച്ചാൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വെട്ടി കുറയ്ക്കുമായിരുന്നു. ശരിക്കും നല്ലത് അതായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ വിളിച്ചിട്ട്. കാരണം പലർക്കും തിരിച്ചടക്കാത്ത കേസൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് പറയാം. അവരോട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റും. പക്ഷെ മറ്റേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. നിങ്ങളിപ്പം 10 ലക്ഷം പറഞ്ഞാൽ 10 ലക്ഷം നമ്മൾ പാസ്സാക്കി നമ്മൾ ഇവിടുത്തെ പാസ്സാക്കി വിടും. ഇവിടുത്തെ വെച്ചാൽ എല്ലാ താലൂക്കിലും താലൂക്ക് ഓഫീസർമാർ വ്യവസായ ഓഫീസർമാർ ഒപ്പിടും. ഇന്ന് തന്നെ ഞാൻ ഒരു PMGP ഒപ്പിട്ട് വെച്ചു, ബാങ്കിലെ അയച്ചു. അത് ഓൺലൈനായിട്ടായി. ഇപ്പം ഞാനാണ് ഇവിടെ കോട്ടയം താലൂക്ക് ഞാനാണ് ഫയലിൽ ഒപ്പിടുന്നത്. ഞാൻ ഒപ്പിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വ്യവസായ ഓഫീസർമാർ നോക്കും. എന്തെങ്കിലും ഡോക്യുമെന്റ് കുറവുണ്ടോ, എന്തെങ്കിലും നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരോട് പറയും. ആ പേപ്പർ കൊണ്ടുവരാൻ പറയും. ഇന്ന് തന്നെ ഒരു പേപ്പർ കുറവുണ്ടായിട്ട് അവർ കൊണ്ടുവന്നു. എന്തെന്ന് നമ്മളത് നോക്കി റിപ്പോർട്ടോട് നോക്കും. എല്ലാം കൃത്യമായിട്ട് നോക്കി ഓക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നോർമലി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 5 മിനിറ്റ് നോക്കി ഒപ്പിടുന്ന സമയം മാത്രമേ. അന്നേരം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബാങ്കിലേക്ക് ഇവിടെ ഹാർഡ് കോപ്പി അങ്ങോട്ട് വയ്ക്കും. അതിന്റെ കൂടെ നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കട്ടെ, ആധാർ കാർഡ് ഉണ്ടോ നോക്കട്ടെ. സോറി, കൊടുത്തിട്ടില്ല. ആധാർ കാർഡ്, റേഷൻ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ് വേണം. നമുക്ക് വേണ്ടെങ്കിലും ബാങ്കിന് വേണം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ്, പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ. ഫേസ് നോട്ട് കംപ്ലീറ്റ്ലി വിസിബിൾ എന്ന് പറയുമ്പോൾ എൻ്റെ ആപ്പിന്റെ എന്താ പറയുക, ആകെ താഴെ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഈ ക്യാമറ. ഇപ്പൊ ഓക്കെയാണ് സാർ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഇവിടെ ക്യാമറ ഞാനിപ്പം ലാപ്പിന്റെ ഫ്രണ്ട് ചരിച്ചു വെച്ചു. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം എന്തെന്ന് പറഞ്ഞാല് ഇനിയിപ്പോ നോക്കി ഈ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ക്രീനല്ല, കമ്മ്യൂണിറ്റി ഉള്ള സമയത്ത് ഇപ്പൊ നേരെ ഫിനാൻസ് ബാങ്കിലേക്ക് ഇവിടെ വരെ ഞാൻ പറഞ്ഞു ബാങ്കിലേക്ക്. ബാങ്കിൽ ചെല്ലുമ്പോൾ 2 കാര്യം സംഭവിക്കും. സാങ്ഷൻ ആവാം, റിജക്ഷൻ ആവാം. വെറൈറ്റി ഓഫ് റിജക്ഷൻ ആവാം. ചിലപ്പോ നിങ്ങൾക്ക് സിബിൽ പ്രശ്നമുണ്ട്. അതായത് വേറെ ബാങ്കിനെയൊക്കെ നിങ്ങൾ ലോൺ എടുത്തിട്ട് കളിപ്പിച്ച് മുങ്ങിയിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആവാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇല്ലെന്ന് അവർക്ക് തോന്നാം, ഈ പ്രൊജക്ട് വയബിൾ ആകുന്നില്ലെന്ന് തോന്നാം. പല റീസൺസ് ഉണ്ട്. പ്രൊജക്ഷൻ ആവാം, പോസിബിൾ ആണ്, ഞാൻ പോസിബിലിറ്റിയാണ് പറയുന്നത്. ഇനി അല്ല, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. സാങ്ഷൻ ആയെന്ന് വിചാരിച്ചു. സാങ്ഷൻ ആയെങ്കിൽ ഇപ്പൊ നിങ്ങളുമായിട്ട് ബാങ്കിൽ നിങ്ങൾ പോകണം. ഇപ്പൊ നിങ്ങളുടെ ബന്ധം ഞങ്ങളുടെ ബാങ്കിലേക്ക് അയച്ചെന്ന് പറയും. ഇപ്പൊ ഇവിടെ കോട്ടയത്തൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴാണോ ഞാൻ ബാങ്കിലേക്ക് കൂടുന്നത് അപ്പോൾ തന്നെ പഞ്ചായത്തിലെ പിള്ളേരെ ഇന്നാണ് ബാങ്ക് വിട്ടത്, നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കും. ഞാൻ എല്ലാ ആഴ്ചയും ഞാനത് മോണിറ്ററിങ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് തന്നെ പിള്ളേർക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൽ എന്തായി. ഞാനത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ബാങ്കിൽ ചെല്ലണം. നിങ്ങൾ ബാങ്കിൽ ചെല്ലണം, ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് പറയും സാങ്ഷൻ ആക്കി തരാം സാറേ, നിങ്ങളൊരു EDP ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. EDP ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വർഷത്തിൽ 2 ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. 15 ദിവസം ട്രെയിനിങ് ആണ്. സാർ അത് കമ്പൽസറി ആണോ? EDP ട്രെയിനിങ് PMGPക്ക് കമ്പൽസറി ആണ്.
അതിന് സർട്ടിഫിക്കറ്റ് കൊണ്ടുചെല്ലണോ? സർട്ടിഫിക്കറ്റ് തീർച്ചയായും സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് വേണം, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതല്ലെങ്കിലും സാറേ ഓൺലൈനായിട്ട് ട്രെയിനിങ് എടുക്കാം. ഓൺലൈനായിട്ട് നിങ്ങൾ സാങ്ഷൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഉദ്യമി എന്നൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ ഒരു 10-15 വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്, ഒരു വീഡിയോ ഉണ്ട്, അതിന്റെ ക്വസ്റ്റിനൊക്കെ ആൻസർ വായിച്ചെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഓണാക്കി വരൂ. അപ്പം പിന്നെ ജില്ലാ വ്യവസായത്തിന് കൊടുക്കുന്ന ട്രെയിനിങ് കൂടാതെ RSET എന്നൊരു സ്ഥാപനം നമുക്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് എല്ലാ ജില്ലകളിലും അങ്ങനെ സ്ഥാപനം ഉണ്ട്. അത് ജില്ലാ ലീഡ് ബാങ്കിന്റെയാണ്, കോട്ടയത്ത് SBIയുടെ സ്ഥാപനമാണ്. അത് നമ്മുടെ കോട്ടയത്താണെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറിയുടെ അടുത്തായിട്ടുണ്ട്, അവരും വർഷത്തിലൊരിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് 15 ദിവസം ഫ്രീ ആണ് സാബു സാറേ. ഹലോ. ഓക്കെ സാർ, ഓക്കെ സാർ. അല്ല, അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തമാശക്ക് പറയാറുണ്ട്, 15 ദിവസം എന്തെങ്കിലും അറിയണോ? രാവിലെ കുടിച്ചൊരുങ്ങി പോന്നാൽ പോരെ, രാവിലെ ചായ കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും, ഉച്ചയ്ക്ക് പോലെ നോൺ വെജ് ഫുഡ് കിട്ടും, ഊണ് കിട്ടും, വൈകുന്നേരം ചായയും ബിസ്ക്കറ്റ് എന്തെങ്കിലും സ്നാക്സും കിട്ടും. അപ്പൊ ആ കാര്യം അങ്ങനെയാണ്. താമസിക്കാൻ സ്ഥലവും കിട്ടും. താമസിക്കാൻ ഇവിടെ ഇല്ല, അതില്ല. അല്ല, ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല സാറേ, നോക്കിക്കേ എത്ര ഞാനൊക്കെയാണ് ഒരു 10, 30, 25 പേരെങ്കിലും ഞാൻ നടത്തുമ്പോൾ, ഞാൻ 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരു 25 പേരെങ്കിലും മിനിമം ഞാൻ നമ്മുടെ അധികാരി സാർ ഉൾപ്പെടെയൊക്കെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. സുധീർ സാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ നമുക്ക് അത്രയും ഫാക്കൽറ്റി ആയിട്ടുള്ള ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് പല ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ നമ്മൾ കൂടുതലൊക്കെ വിളിക്കുന്നത്. അതിന് അവരെ ഉണ്ട്, മോട്ടിവേഷൻ എല്ലാം വരുന്നുണ്ട്, ഒരു സമ്മിശ്രമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ KSD ഉണ്ടാവും, പൊല്യൂഷൻ കൺട്രോൾ ഉണ്ടാവും, പഞ്ചായത്ത് ഉണ്ടാവും. അപ്പൊ അത്രയും ഉദ്യോഗസ്ഥരുമായിട്ട് കണക്ഷനായി, തന്നെ അത്രയും നോളജായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നതെന്ന് 30 പേരോ ട്രെയിനിങ് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് 29 പേരുമായിട്ടാണ് ലിങ്ക് വരും. ആ ലിങ്ക് 29 സംരംഭകരുമായിട്ടാണ് ലിങ്ക്. അവര് സീരിയസ് ആയിട്ടിരിക്കുന്നവർ അതിനകത്ത് വരുന്നത്, അല്ലാണ്ട് ഈ 15 ദിവസം മെനക്കെട്ടാരും വരത്തില്ല. നമ്മൾ നാളെ ആരാകും നമുക്ക് പറയാൻ പറ്റും, അത്രയും ബന്ധങ്ങളായി. തന്നെയല്ല, സംരംഭരായില്ലെങ്കിൽ പോലും നമ്മുടെ ഈ പരസ്പരം നമ്മുടെ ആ ബന്ധങ്ങൾ ഭയങ്കര വലുതല്ലേ. അപ്പൊ അവരുടെയൊക്കെ ബന്ധങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പൊ അതായത് നെറ്റ്വർക്കിംഗ്, ഇന്നത്തെ കാലത്ത് ബിസിനസ് മുമ്പോട്ട് പോകുന്ന നെറ്റ്വർക്ക്, അത് വലിയൊരു ടോപ്പിക്കാണ്. പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. കാരണം സംരംഭത്തിന്റെ പവർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗിന്റെ ഒരു കാര്യം. അതും ആ നെറ്റ്വർക്കിംഗ് ഭയങ്കരമായിട്ട് കൂടും, മനസ്സിലായോ? അപ്പൊ അതിങ്ങനെ ഒരു കാരണം പവർ ഉണ്ട്, പവർ സർക്കിൾ ഉണ്ട്, അതായത് കൺട്രോൾ ഏരിയ ഉണ്ട്, നമുക്ക് ഇൻഫ്ലുവൻസിങ് ഏരിയ ഉണ്ട്, നമുക്കൊരു എൻവയോൺമെന്റ് ഏരിയ ഉണ്ട്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇനി അതൊക്കെ കൂടെ വർക്കൗട്ട് ആവും. എനിവേ അത് നല്ലൊരു സംഭവമാണ്. അപ്പൊ എനിവേ നമ്മൾ EDP ട്രെയിനിങ് എടുത്ത് വിചാരിക്കും, EDP ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ നമുക്ക് ഒരു തരുള്ളൂ. ലോൺ തന്നാൽ ഇൻ കേസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലോൺ ചിലപ്പോൾ തരുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം മാർച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് ഓർഡർ ആക്കും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് സബ്സിഡി കിട്ടണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ എനിവേ ഈ ട്രെയിനിങ്ങിന്റെ സെക്ഷൻ നിങ്ങൾക്ക് സാങ്ഷൻ ആയതിനു ശേഷം സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഈ ട്രെയിനിങ് ഉള്ളപ്പോൾ വന്ന് ചുമ്മാ ഒരു 10-15 ദിവസം ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും, സാറേ ഞാൻ കഴിഞ്ഞ വർഷം, ബാങ്കുമാരോട് പറയാം, സാറേ കഴിഞ്ഞ വർഷം ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മതി. ലൈഫ് സ്റ്റൈലിൽ എപ്പോഴെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി, ട്രെയിനിങ് എടുത്താൽ മതി. അപ്പൊ അത് ഈ സാങ്ഷൻ ആയതിനു ശേഷം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ. അപ്പൊ ഇനി ട്രെയിനിങ്ങിന് സാറേ എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. കോട്ടയത്ത് നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയിപ്പോ ഈ വർഷത്തെ ഫണ്ട് വരണം, നടത്തുന്നുണ്ട്. അല്ലാതെ RSET റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കോട്ടയത്താണെങ്കിൽ നമ്മുടെ ഇതിന്റെ അടുത്താണ്, ചിൽഡ്രൻസ് ലൈബ്രറി അടുത്തായിട്ട് RSET ഉണ്ട്, അവിടെ ഫ്രീ ട്രെയിനിങ് ഉണ്ട്. ഇതല്ലാതെ ഓൺലൈനായിട്ട് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് തരും. പിന്നെ സർട്ടിഫിക്കറ്റ് തരും. പിന്നെ ഇവിടെ കഴിഞ്ഞ 2 പ്രാവശ്യം നടത്തിയപ്പം ഞാനും GM ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തത്, കോർഡിനേറ്ററും ജില്ലാ ഓഫീസർ. 2 ട്രെയിനിങ് ഒരു വർഷം ഞങ്ങൾ നടത്തി, 2 ട്രെയിനിങ്. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം നടത്തിയത് ഒരെണ്ണം പാലയിലായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ 2 നമ്മൾ കോട്ടയത്ത് വെച്ചാണ് നടത്തിയത്. ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് നമുക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളതാണോ, ലോൺ കിട്ടും. നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു നമ്മൾ ബാങ്ക് ലോൺ തയ്യാറായി സർട്ടിഫിക്കറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സബ്സിഡി നമുക്ക് കിട്ടിക്കൊള്ളും, അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഇത്രയും ഈ റിലീസ് ഓഫ് ലോൺ ബൈ ഫിനാൻസ് ബാങ്ക് അത്രയും അവിടെ നിൽക്കട്ടെ ഈ സ്ലൈഡിൽ. നമുക്ക് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഫുൾ പ്രൂഫായിട്ട് നമുക്ക് ലോൺ കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്താൻ പറ്റത്തില്ലേ സാർ? അത് പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടത് മാത്രം ലോൺ കിട്ടണം നിർബന്ധമൊന്നുമില്ല, അത് നമ്മുടെ ബാങ്കിലെ പ്രകടനം പോലെ. ഓക്കെ സർ. കാരണം വെച്ചാല് ഞാനതൊരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു കഴിഞ്ഞ 5-6 വർഷം മുമ്പ് ഒരു 10-65 വയസ്സുള്ള ഒരു ആന്റി ഒരു ലോൺ എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ അന്ന് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ ഉള്ള സമയം.
അപ്പൊ നമ്മള് അന്ന് ബാങ്കിന്റെ ഓഫീസർമാരുണ്ടാവും, ലീഡ് ബാങ്ക് കളക്ടറേറ്റിൽ നിന്ന് ആൾക്കാരുണ്ടാവും, KVIC ഉണ്ടാവും, KVIB ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു കളക്ടറാണ് കമ്മിറ്റിയുടെ ചെയർമാൻ, ജില്ലാ കളക്ടർ. കളക്ടർ ഉണ്ടാവുന്ന നിർബന്ധമില്ല, കളക്ടർക്ക് വേണ്ടി നമ്മൾ ഇന്റർവ്യൂ നടത്തും. അപ്പോൾ ഇന്റർവ്യൂ 2-3-4 ഇന്റർവ്യൂ ബോർഡായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ബോർഡിൽ ഒരു ബോർഡില് ഈ ചെക്കിന്റെ കഷ്ടകാലത്തിന്, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഞാൻ മെമ്പർ. അപ്പൊ ഇവരോട് എന്താണ് പ്രോജക്റ്റ് വെച്ച് 10 ലക്ഷം രൂപയാണ് വേണ്ടത്. എന്തിനാ 10 ലക്ഷം രൂപ? വിർജിൻ കോക്കനട്ട് ഓയിൽ ചമ്മന്തിപ്പൊടി. അവരുടെ പ്രോജക്റ്റ് തന്നെ തെറ്റായി, ആരോ ഉണ്ടായിക്കൊടുക്കും. കാരണം പ്രൊഡക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 6 ലക്ഷം രൂപ മെഷീൻ പാർട്ടി വേണം, ഇവർക്ക് 3.5 ലക്ഷം രൂപ വെച്ചിട്ടുള്ളൂ. 6 ലക്ഷം രൂപ ചില പ്രോജക്റ്റ് തെറ്റാണ്. അതും പോട്ടെ, ഞാൻ അവരോട് കുറെ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ട് വിർജിൻ കോക്കനട്ട് ഓയിലാണ്, അതായത് ഞാൻ ചോദിച്ചിട്ട് വിർജിൻ കോക്കനട്ട്, അതായത് പച്ച വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത്, തേങ്ങാപ്പാല് ചൂടാക്കി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതിന്റെ വില ചേച്ചിക്ക് അറിയാവോ? വിർജിൻ കോക്കനട്ട് ഓയിലിന്റെ. ആ അറിയാം സാറേ, 800 രൂപയാണ് ഒരു കിലോ. അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് 800 രൂപ. ഞാൻ പറഞ്ഞു ഓക്കെ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 1 കിലോ വെളിച്ചെണ്ണ 800 രൂപ കൊടുത്ത് ഉപയോഗിച്ച് നിത്യം മേടിച്ച് ഉപയോഗിക്കാൻ കഴിവുള്ള എത്ര പേരെ നിങ്ങൾക്ക് നേരിട്ട് ചേച്ചി പരിചയമുണ്ട്? ഈ ഒരൊറ്റ ചോദ്യത്തെ അവർ മറുപടി പറയാൻ പറ്റാത്ത കൊണ്ട് സാറേ ഞങ്ങൾക്ക് ലോൺ കൃത്യമായിട്ട് അവർ ഉദ്ദേശിച്ച ലോൺ പാസ്സാക്കി കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ അവരോട് ചോദിച്ചു, അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, പറഞ്ഞതിന്റെ ഓർമ്മ, മെൻ മണി മെഷീൻ മെറ്റീരിയൽ മാർക്കറ്റ്, ഒരു സംരംഭത്തിന് 5 എമ്മുകളാണ്. മെൻ മണി മെഷീൻ മെറ്റീരിയൽ മാർക്കറ്റ്. ഇത് സെക്കൻഡ് പറഞ്ഞേ. ആ ആ ശരി, ആ ശരി, ആ ശരി ശരി. മെൻ മണി മെഷീൻ മെറ്റീരിയൽ മാർക്കറ്റ്, ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ്. പക്ഷെ ഒരു പരിധി, ഒരു 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 കോടിക്ക് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ്. ഞാൻ ഇവരോട് ചോദിച്ചത് മാർക്കറ്റാണ്. കൃത്യമായിട്ട് ആ മാർക്കറ്റ് ആ ചേച്ചിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ലോൺ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തത്. അതായത് ഇവർ കൃത്യമായിട്ട് തിരിച്ചു നോക്കി ലോൺ എന്നതാണ് പറ. ഓ ഞാൻ കുറെ കഴിഞ്ഞ അവിടെ ഇറങ്ങിയതല്ല, 6:30. നീ വെക്ക്, ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ലോൺ തിരിച്ച് അവർ സാറേ ഇത് എന്റെ മാർക്കറ്റ് വിടാം. ബാങ്കിൽ ഞങ്ങളോട് പറയുന്ന കാര്യം മാത്രമല്ല, ബാങ്കിലെ കാര്യം പറയുന്നത്. എന്റെ മാർക്കറ്റ് ഇന്നതാ, എന്റെ പ്രോഡക്റ്റ് ഇന്നതാ, എന്റെ പ്രോഡക്റ്റിന്റെ USP ഇന്നതാ, യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, എന്റെ പ്രോഡക്റ്റിന്റെ USP ഇന്നതാ, എന്റെ ടാർഗറ്റ് കസ്റ്റമർ ഇങ്ങനെയാ. ഇങ്ങനെ ബാങ്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, ഐ മീൻ മാർക്കറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ മണി കൊടുത്തേനെ. മണി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മെഷീനും മെറ്റീരിയലും മെന്നിനെയൊക്കെ ഹയർ ചെയ്ത് സംരംഭം നടത്താം. അപ്പൊ ആ ചേച്ചിയെ സംബന്ധിച്ച് പ്രോജക്റ്റ് തെറ്റാണ്. ഇനിയിപ്പോ ആരെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ പോലും പലരും ബാങ്കിലേക്ക് വരുന്ന പ്രോജക്റ്റ് ഉള്ളത് പഠിക്കാതെയാ. ഞാൻ പണ്ടൊരു പാലായി ജോലി ചെയ്യുമ്പോൾ ഒരു കക്ഷിയോടെ ബാങ്കിൽ പോയി, ഞാനും പുള്ളിങ്ങനെ ബാങ്കിന്റെ മാനേജർ മുമ്പിൽ ഇരിക്കുക. മാനേജർ ചോദിച്ചു, സുരേഷിന് എത്ര രൂപ വേണ്ടേ? കടിപ്പണിയാണ്. അത് സാറേ എനിക്ക് 10 ലക്ഷം രൂപ. മാനേജർ ഒന്നും ഞെട്ടി, എന്തിനാ 10 ലക്ഷം രൂപ? ആ പ്രോജക്റ്റ് ഒന്ന് കാണിച്ച്. ആ പ്രോജക്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് 7 ലക്ഷം രൂപയാണ്. അപ്പം ചോദിച്ചു പറഞ്ഞാൽ, സാറേ എനിക്കറിയത്തില്ല, അത് അശോകൻ സാർ ഉണ്ടാക്കി തന്ന പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. ആരെങ്കിലും ഉണ്ടാക്കി തന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, പക്ഷേ സാറേ ഇതിനകത്ത് എന്തോ സാറേ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ എന്ന് ചോദിച്ചിട്ട് പോകാമല്ലോ. എനിവേ ഞാനടുത്ത് മാനേജർ കടക്ക് പുറത്ത് പറയുന്നു, ഞാനാണ് ഇറക്കി വിട്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു എത്ര രൂപ വേണം, ആ ആ പ്ലെയറിന് എത്രയാ, സിസലിന് എത്രയാ, അതിനെത്രയാ, ഇതിനെത്രയാ, ഇതെല്ലാം ചോദിച്ചു മാനേജർ കണക്കെടുത്തിട്ട്, സുരേഷ് 3,25,000 പോരേ നീ? അല്ല സുരേഷ് സാറേ ഒരു 4 ആക്കി തരാൻ പറ്റും. എനിവേ ആ മാനേജർ 3,05,000 കൊടുത്തു. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് അറിയാമോ? മലയാളത്തിൽ പറയുന്നത് ആട് കിടക്കുന്നോടത്ത് കൂടെ കൊല്ലുന്ന അവസ്ഥയായി എന്ന് പറഞ്ഞാൽ 5 പൈസ തിരിച്ചടച്ചിട്ടില്ല, പൈസ പോയി. ആരുടെ? ബാങ്കിന്റെ പൈസ നമുക്ക് തോന്നാം, പക്ഷെ അല്ല. ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ട നാട്ടുകാരുടെ പൈസയാണ് പോയത്. നമുക്ക് തോന്നും ബാങ്കിന്റെ പൈസയാണ്, പക്ഷെ പലിശ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നാട്ടുകാരുടെ പൈസ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു സംരംഭം ഓർക്കേണ്ട കാര്യം, ഞാൻ ലോൺ എടുത്തിട്ടാണ് സംരംഭം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അടയ്ക്കുമെന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ്. അതായത് ബോധ്യപ്പെടുത്തേണ്ടത് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം പറ്റും. ഇവിടെ ഈയിടെ 2 കാര്യം ഞാൻ പറയാം. ഞാനിവിടെ കോട്ടയത്ത് വന്നപ്പോൾ ഒരു പെൺകുട്ടി അവൾക്ക് ബ്യൂട്ടി പാർലർ ചെയ്യും, ഒരു പ്രോജക്റ്റ് വെച്ചോണ്ടിരിക്കുക. അങ്ങനെ 20 ലക്ഷം രൂപ വെച്ചു, ബാങ്ക് 20 ലക്ഷം രൂപ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ഒരു 5 ലക്ഷം ഒക്കെ ഒപ്പിച്ച് കൊടുത്തു. സംഭവിച്ചാൽ അറിയാമോ? ഞാനാ സംരംഭം ഉദ്ഘാടനം ചെയ്തു. പുള്ളിക്കാരത്തെ അത് കൂട്ടിയിട്ട് നേരെ ഗൾഫിൽ പോയി. 5 പൈസ തിരിച്ചടച്ചിട്ട്. അതുപോലെ മറ്റൊരു കേസ്, ഒരു ചെറുപ്പക്കാരനാണ്, അവന് 30 ലക്ഷം രൂപ ബാങ്കിനോട് ആവശ്യപ്പെട്ടു. 30 ലക്ഷം ബാങ്ക് പിന്നെ കൊടുക്കില്ല. അവസാനം നമ്മുടെ വ്യവസായ ഓഫീസർ ആശ കയറി 5-8 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. പ്രൊഫഷണൽ ഡിഗ്രിയുള്ള കക്ഷിയാണ്.
പുള്ളി സംരംഭമൊക്കെ തുടങ്ങി. ഒരു എന്താ പറയുക, ഓർത്തോ ഈ കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ അത് പഠിച്ചത് ഡോക്ടറാണ്. MBBS അല്ല, ഈ കൃത്രിമ അവയവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പഠനം, ഒരു ഡിഗ്രി കോഴ്സ്. അതിന്റെ ഒരു സംഭവമാണ് പ്രോസ്തറ്റിക് പ്രോസ്തറ്റിക് എന്ന് പറയും. അപ്പൊ അത് മെഷീനൊക്കെ വെച്ച് ബഷീർ തുടങ്ങി. പക്ഷെ അവര് ആരും കസ്റ്റമർ ഇല്ലെന്ന് പറയുന്നു. 5 പൈസ അവൻ തിരിച്ചെടുത്തത് കൊല്ലം കാരണം. ഇങ്ങനെയൊക്കെ കേസിൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമാനമായ ഒരു സംരംഭം വരുമ്പോൾ ഉറപ്പായിട്ടും ബാങ്ക് അല്പം സംശയത്തോടെ നോക്കുകയുള്ളൂ. കാരണം ബാങ്കിന് പൈസ എടുത്ത് കൊടുക്കുന്നത് അവർക്ക് പിന്നീട് പ്രശ്നം വരും. ഒരുപാട് NPA ആയി കഴിഞ്ഞാൽ ബാങ്കുമാർക്ക് പ്രശ്നം വരും. അപ്പൊ നമ്മളവർക്ക് വരുന്ന ബാങ്ക് ലോൺ തരാം. അപ്പൊ അതുകൊണ്ട് നല്ല പ്രോജക്റ്റ് ഉണ്ടായി മാത്രം കാര്യമില്ല, ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ നമുക്കറിയണം. അതായത് ബാങ്കിന് മുമ്പിൽ സംസാരിക്കുന്ന പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ മാർക്കറ്റിംഗ്, സെൽഫ് മാർക്കറ്റിംഗ് അല്ലേ? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെൽഫ് മാർക്കറ്റിംഗ്. എല്ലാവരോടും ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു സെൽഫ് മാർക്കറ്റിംഗ്. സാർ ഇവിടെ 100 പേര് വന്നിട്ടുണ്ട്, 100 പേര് എംബക്റ്റുകാരാ. പക്ഷെ ബാക്കി 99 പേർക്ക് ഇല്ലാത്ത ചില ക്വാളിറ്റി എനിക്കുണ്ടെന്ന്, എനിക്ക് ചില സ്കിൽ എനിക്കുണ്ട്, അത് നിങ്ങളുടെ കമ്പനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇതല്ലേ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ബാങ്ക് മാനേജർ മുമ്പിൽ കിട്ടുന്ന ഒരു 10 മിനിറ്റ്, ഏറ്റവും നല്ലത് 3-3:30 കഴിയുമ്പോൾ അതൊന്ന് ഫ്രീ ആയിട്ടിരിക്കും ബാങ്കിൽ പോകുന്നതാണ്. മറ്റേ ഒരു തിരക്കായിരിക്കും ആദ്യമായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് സാർ ഇതാണ് എന്റെ പ്രോജക്റ്റ്, അതായത് എന്താ പറഞ്ഞത്, മാർക്കറ്റിംഗ് എന്തൊരു പേരുണ്ടല്ലോ, വളരെ ചെറിയ സമയത്ത് വിട്ടുപോയി, മാർക്കറ്റ് അങ്ങനെ ഒരു പേരുണ്ട്, മറന്നുപോയി. അതിനെ കൃത്യമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വളരെ പോയിന്റ് വിട്ട് കേൾക്കാം. സാർ എന്റെ പ്രോജക്റ്റ് ഇന്നതാണ്, എന്റെ കസ്റ്റമർ ഇന്നവരാണ്, എന്റെ പ്രോജക്റ്റ് ഞങ്ങൾ പറയുന്നത് USK ഇന്നതാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ, പറഞ്ഞു കൊടുത്ത് നമ്മൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പം നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാറിന്റെ ആ ഒരു ചോദ്യത്തിന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. സാറേ, ഹലോ സാറേ, കേൾക്കാം സാർ, കേൾക്കാം. യെസ് യെസ്. ഈ സ്ലൈഡ് വിട്ടോട്ടെ. ഓക്കെ, സാറിന്റെ ആ ഒരു ചോദ്യത്തിന് എത്ര ഞാൻ പറഞ്ഞു പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അടുത്ത നോക്കിക്കേ, സബ്സിഡിയെ പറ്റി പറഞ്ഞത്. സബ്സിഡി നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റൂറൽ ഏരിയന്നും അർബൻ ഏരിയയും തിരിച്ചു എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിന്നും സ്പെഷ്യൽ കാറ്റഗറിന്നും നമ്മൾ തിരിച്ചു. ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്പെഷ്യലാണ്, SC/ST സ്പെഷ്യലാണ്, OBCക്കാർ സ്പെഷ്യലാണ്, മൈനോറിറ്റി അതായത് ക്രിസ്ത്യനും മുസ്ലിമും സ്പെഷ്യലാണ്, എക്സ് സർവീസുകാർ സ്പെഷ്യലാണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുകാർ സ്പെഷ്യലാണ്, എല്ലാ ലേഡീസും സ്പെഷ്യലാണ്. ഇപ്പൊ നമ്പൂതിരിയാണെങ്കിലും കുഴപ്പമില്ല, നായരാണെങ്കിലും കുഴപ്പമില്ല, മേനോനാണ്, സ്ത്രീ ആണോ സ്പെഷ്യലാണ്. അപ്പോ ഇനി നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഞാനിപ്പോ 10 ലക്ഷത്തിന്റെ പ്രോജക്റ്റിന്റെ കാര്യമാണ് എനിക്ക് പറയുന്നത്. 10 ലക്ഷം പ്രോജക്റ്റ്, 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, 10 ലക്ഷം ആണ് പ്രോജക്റ്റ് എങ്കിൽ ജനറൽ കാറ്റഗറി പെട്ട വ്യക്തിയാണെങ്കിൽ 10%, 1 ലക്ഷം കയ്യിൽ നിന്ന്. സ്പെഷ്യൽ കാറ്റഗറി പെട്ടാണെങ്കിൽ 50,000 കയ്യിൽ എടുത്താൽ അത് മനസ്സിലായാലും സബ്സിഡി ചെയ്യാൻ പോകും. ജനറൽ കാറ്റഗറി പെട്ട ആള് അർബൻ ആണെങ്കിൽ, ജനറലും അർബൻ ആണെങ്കിൽ 15%. ഇത് ടോട്ടൽ പ്രോജക്റ്റിന്റെ പറയും. ജനറലും റൂറൽ ആണെങ്കിൽ 25%, സ്പെഷ്യലും അർബനും ആണെങ്കിൽ 25%, സ്പെഷ്യലും റൂറലും ആണെങ്കിൽ 35%. ഇതാണ് സബ്സിഡിയുടെ എന്ന് പറയുന്നത്. ഇനി അത് ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. കൃത്യമായിട്ട് ഞാൻ ആ 10 ലക്ഷത്തിന് കണക്കി ഞാൻ 10 ലക്ഷമായിട്ട് പോവുകയാണ്. ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ആണ്, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ മണ്ടർകാടാണ് പോകുന്നത്. ഓക്കെ, അപ്പോ സാറേ ഒന്ന് ആർക്കെങ്കിലും പറയാമോ, സ്പെഷ്യലും റൂറലും ആണെങ്കിൽ എത്ര ശതമാനം സബ്സിഡി? ഇവിടെ നേരിട്ട് കിടപ്പുണ്ടേ, എന്നാലും ഒന്ന് പറ, മനസ്സിലായെന്ന് അറിയാനോ. 35. യെസ്, 35. അതായത് സാറേ 10 ലക്ഷം ആണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് ടോട്ടൽ പ്രോജക്റ്റ്? 10 ലക്ഷം 35 ആണ്. 3,50,000. 3,50,000. 65. അല്ല, 35 ആണ്. 35 ആണ്. 3,50,000. ഓക്കെ, ഇനി 5% ഞാൻ കൈ എടുക്കും. നോക്കുക, ബാങ്ക് എനിക്ക് ലോൺ തരാൻ തയ്യാറായി. എപ്പോഴാ? ഞാൻ എന്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു, ഞാൻ സംസാരിച്ചു, ബാങ്ക് ഞാൻ ട്രെയിനിങ്, എനിക്ക് സിബിലൊന്നും പ്രശ്നമില്ല, എന്റെ പ്രോജക്റ്റും ബാങ്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ തിരിച്ചടയ്ക്കുന്നത് ബോധ്യപ്പെട്ടു, ലോൺ തരാൻ ബാങ്ക് വില്ലിങ്ങായി. ഞാൻ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, 4 ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഞാൻ കൊടുത്തു. 10 ദിവസം മതി, ഞാൻ കൊടുത്തു. ഞങ്ങൾ പിന്നെ 4 ദിവസം നമ്മൾ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഓക്കെ, ബാങ്ക് റെഡിയാണ്. ബാങ്ക് എന്ന് പറയും, സാർ ഒരു കാര്യം ചെയ്യും, എന്നോട് പറയുന്നു, സാർ ഒരു കാര്യം, സാറിന്റെ കോൺട്രിബ്യൂഷൻ അടക്കി. അപ്പം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ഞാൻ എടുത്തേക്കുന്ന സാധനം കാണാമോ സാറേ? ഹലോ, എനിക്ക് കാണുന്നില്ലല്ലോ. ശരി, ഇപ്പോഴോ? ഇതാണ് 50,000 രൂപ സാർ, നിങ്ങൾ കരുതിക്കോ. അതായത് 10 ലക്ഷത്തിന് 5% എൻ്റെ 50,000. ഇത് ബാങ്ക് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടാണ്. ഇനി 10 ലക്ഷത്തിന് എത്ര രൂപയുടെ കുറവുണ്ട് സാറേ?
9 ലക്ഷം 9.5 ബാങ്ക് ദാ 9.5 തന്നു. കാണാലോ അല്ലേ? കാണാലോ. യെസ് ഈ 9.5 ബാങ്ക് ഇപ്പൊ ഇവിടെ 10 ലക്ഷം രൂപ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് PMEGP അല്ല എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. ഇത് PMEGP അല്ല എങ്കിൽ എത്ര രൂപ നമ്മൾ തിരിച്ചടയ്ക്കും? സാധാരണ ലോണാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ യാതൊരു ഇന്റർവെൻഷനും ഇല്ല. ബാങ്കും പാർട്ടിയും മാത്രം, ഞാനും ബാങ്കും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കക്ഷി. മുഴുവനും അടയ്ക്കണം. മുഴുവനും പലിശ അടയ്ക്കണം, പലിശ അടയ്ക്കും, പലിശ അടയ്ക്കും. 9.5 പലിശ അടയ്ക്കും. ഇതല്ല സാധാരണ ലോണിൽ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. ഞാൻ ആരാണെന്നും എന്റെ പേരെന്താണെന്നും എന്റെ കമ്മ്യൂണിറ്റി എന്താണെന്നും ഞാൻ എവിടാ സംരംഭം ചെയ്തു കൃത്യമായ വിവരങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഒരേ സമയം ബാങ്കിന് വ്യൂ ചെയ്യാം, ഞങ്ങൾക്കും വ്യൂ ചെയ്യാം. അപ്പൊ ഇത് കിടപ്പുണ്ട്, KVICക്ക് വ്യൂ ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പൈസ അടച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബാങ്ക് എന്റെ പൈസ എങ്ങനെ തരുമെന്ന് അറിയാമോ? ഫുള്ള് 9.5 എനിക്ക് തരത്തില്ല. ചിലപ്പോൾ എനിക്ക് 8 ലക്ഷം രൂപ ചിലപ്പോൾ എന്റെ മെഷീനാണ് ചിന്തിച്ചു. എന്റെ മെഷീൻ ആരാണോ എന്റെ സപ്ലയർ, ഞാൻ കൊട്ടാക്കാൻ കൊടുക്കുന്നുണ്ട്, എന്റെ സപ്ലയർക്ക് 8 ലക്ഷം രൂപ ബാങ്ക് കൊടുക്കും. എനിക്ക് ബാങ്ക് കൊടുക്കും. എനിക്ക് ബാങ്ക് തരുന്നത് ബാക്കിയുള്ള 1.5 ലക്ഷം. ഇനി 9 എന്റെ മെഷീൻ എങ്കിൽ 9 അവർക്ക് കൊടുക്കും, മെഷീൻ സപ്ലയർക്ക് കൊടുക്കും. എനിക്ക് 50,000 കിട്ടുള്ളൂ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഡിപ്പെൻസ് ആണ് ഓർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മിനിമം പ്രൊഡക്ഷൻ ആണെങ്കിൽ മിനിമം 6 ലക്ഷം രൂപ മെഷീനിലായിരിക്കണം. ഇപ്പൊ ഞാൻ 8 എന്റെ മെഷീൻ വെച്ചു, 8 കൊടുത്തു, 1.5 എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ ഇങ്ങനെ സംഭവം കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ? എന്റെ കയ്യിൽ തന്നിട്ട് മോൻ പോയി ലോൺ മേടിച്ചോളാം, മെഷീൻ മേടിച്ചോളാം പറഞ്ഞാൽ ജീവിതകാലത്ത് ഞാൻ മെഷീൻ മേടിക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. മാർക്ക് കൊടുക്കാൻ തോന്നും, അങ്ങനെ ചിലപ്പോൾ സ്ത്രീധന വാക്ക് കൊടുക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾക്ക് നിരവധി നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. സംരംഭം അതുകൊണ്ട് മാത്രമാണ് നടന്നു സത്യം. അപ്പൊ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുക്കും. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഒരു എന്താ പറയുക, അതിനൊരു വാല്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ ലോൺ എന്തെങ്കിലും തിരിച്ചടക്ക പ്രശ്നം വന്ന് അടവ് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ പറയണേ, അത് നീരവ് മോദി കൊണ്ടുപോയില്ലേ, മറ്റേ വിജയമല്യ കൊണ്ടുപോയില്ലേ, പിന്നെ ഞാൻ എന്റെ 10 ലക്ഷമാണോ എന്നൊക്കെ നമ്മുടെ ഡയലോഗ് പോകും. അതുകൊണ്ടാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ സർക്കാർ അടപ്പിക്കുന്നത്. എനിവേ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഏതായാലും ലോൺ തന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ബാങ്ക് ഭയങ്കര സിസ്റ്റത്തിൽ കയറി ബാക്കി കാര്യങ്ങളും കൂടെ ഇന്ന ആക്കി ഞാൻ ലോൺ കൊടുത്തു പറഞ്ഞു ആ സാക്ഷ്യം ചെയ്ത കാര്യം ബാങ്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സിസ്റ്റത്തിന് അറിയാം ഞാൻ മൈനോറിറ്റി ആണ്, അതായത് ഞാൻ സ്പെഷ്യലാണ്, ഞാൻ എവിടെയാണ്, റൂറലാണ്. ഇത് സിസ്റ്റം ഓൾറെഡി അറിയാം. എനിക്ക് ലോൺ തന്നെന്നറിയാം. ഇത്ര ലോൺ തന്നു കഴിഞ്ഞപ്പം ബാങ്ക് എന്ത് ചെയ്യുന്നു, ബാക്കി സബ്സിഡി എന്ന് പറഞ്ഞാൽ 3,50,000 രൂപ. ഇപ്പൊ കാണാലോ എന്റെ കൈ മൊബൈൽ ഇരിക്കുന്നത് അല്ലെ? ഹലോ, ഇത് 3,50,000 രൂപ എന്ന് വിചാരിച്ചു, അതായത് 30%. ഇത് ബാങ്കിലേക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ട് സർക്കാർ KVIC വഴി കൊടുക്കും. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ 9.5 ലക്ഷം തന്ന ബാങ്ക് അഡ്വാൻസ് ആയിട്ട് ആര് കൊടുത്തു? 3,50,000 രൂപയുടെ സബ്സിഡി സർക്കാർ നൽകി കഴിഞ്ഞു. ഇനി സാറേ പറ, ഞാനും ബാങ്കുമായിട്ട് എത്ര രൂപയുടെ ഇടപാടുണ്ട്? 6 ലക്ഷം രൂപയുടെ 6 ലക്ഷത്തിന്റെ പലിശയുടെ ലയബിലിറ്റി അല്ലേ ബാങ്കിൽ എനിക്കുള്ളൂ, അല്ലെ? എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സബ്സിഡി എനിക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 9 ലക്ഷം എനിക്ക് ആര് തരും? ബാങ്ക് തരും. അതിനകത്ത് 3.5 ഞാൻ അടയ്ക്കേണ്ടതിന് പകരം 3.5 ബാങ്ക് ഗവൺമെന്റ് കൊടുക്കും. ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ കൊടുക്കും, KVIC വഴി കേന്ദ്ര സർക്കാർ കൊടുക്കും. അപ്പം ബാക്കി 6ന്റെ ലയബിലിറ്റിയെ എനിക്കും ബാങ്കുമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ കാര്യമുണ്ട്. 3 ഇയർ, ഇത് 3 വർഷം ഈ 3.5 ലക്ഷം ലോക്ക്ഡ് ആണ്. ഈ 3.5 ലക്ഷത്തിന്റെ പലിശ ഇനി ഞാൻ കൊടുക്കണം. എനിക്ക് 6 പലിശ അടച്ചാൽ മതി. സബ്സിഡി എന്ന് വന്നോ അന്ന് മുതൽ ഈ 3.5 ലക്ഷത്തിന്റെ പലിശ എനിക്ക് കൊടുക്കണ്ട. പക്ഷെ ചില ബാങ്കുകൾ പലിശ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി നേരിട്ട് പോയി ബാങ്കിൽ പോയി സംസാരിക്കുന്നത് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. കാരണം അവർക്ക് പല മാനേജർമാരും പുതിയ പിള്ളേർ, അവർക്ക് കാര്യങ്ങൾ PMEGP അറിയാൻ മേലാത്ത ഒരുപാട് ബാങ്ക് മാനേജർമാരൊക്കെ ഉണ്ട്. അതൊക്കെ പ്രായോഗിക തന്നെ ഞാൻ ഈ പറയുന്നത്. ഒരുപാട് കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസർമാര് 3 മാസം കൂടുമ്പോൾ ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ഉണ്ട്, അവിടെ ഇതൊക്കെ അവതരിപ്പിക്കാറും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വർഷത്തിലൊരിക്കലും ഇവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പുതിയ ഇപ്പം എല്ലാവർക്കും അല്ല, ഇപ്പൊ ഞങ്ങളുടെ സ്റ്റാഫും പുതിയ ആൾക്കാർക്കൊന്നും വലിയ കാര്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല, എല്ലാവരും പഠിച്ചു വരുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിരന്തരമായിട്ട് ബാങ്കിലേക്ക് ഒരു ഇടപാടിന് സബ്സിഡി വന്നിട്ടുണ്ടോ, വന്നതിന് ശേഷം അവർ ബാങ്ക് പലിശ പിടിക്കുന്നുണ്ടോ, സബ്സിഡി പലിശ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ച് ഇതിന് ശേഷമുള്ള നമുക്ക് ചെയ്യാവുള്ളൂ. 3.5 ലക്ഷത്തിന്റെ പലിശ എടുക്കാൻ പാടില്ല. 3 വർഷത്തിൽ ലോക്ക് ഇൻ പീരീഡാണ്. 3 വർഷം കഴിയുമ്പം
ആണ് ഈ പൈസ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കുന്നത്. നിങ്ങൾ അറിയില്ല. അതിപ്പോ നേരത്തെ ഞങ്ങളുടെ വ്യവസായ ഓഫീസർമാരാണ് ഇവിടെ സബ്സിഡി അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ സ്ലൈഡിൽ കാണാം. വ്യവസായ ഓഫീസർമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പക്ഷേ അതല്ല, ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉണ്ട്. ആ എക്സ്റ്റേണൽ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പരിശോധന നടത്തും. സ്ഥാപനം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഒപ്പം സൂക്ഷിച്ചു വെക്കേണ്ട രേഖകൾ, ആ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്, അത് സൂക്ഷിച്ചു വെക്കണം. അത് പിന്നെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ അവര് നോക്കും. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും. പിന്നെ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം പോകും. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് നോക്കിക്കേ, വളരെ നല്ല ഒരു സ്കീമാണ് PMEGP എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ആടിനെ വളർത്താൻ പറ്റില്ല, കോഴി വളർത്താൻ പറ്റത്തില്ല. പക്ഷെ കൃഷിയുടെ വാല്യൂ അഡിഷൻ നടത്താം. പൈനാപ്പിൾ കൃഷി അനുവദനീയമല്ല, പക്ഷെ പൈനാപ്പിൾ ഉപയോഗിച്ച് ജാം ഉണ്ടാക്കാം. ചെമ്മീൻ കൃഷി അനുവദനീയമല്ല ഇതിനകത്ത്, പക്ഷെ ചെമ്മീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. പ്ലാസ്റ്റിക് റീപ്രോസസിങ് പറ്റത്തില്ല. മത്സ്യം, മാംസം, മദ്യം ഇതുപോലെയൊന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ള 20 മൈക്രോണിൽ താഴെയുള്ള വ്യവസായങ്ങൾ, പ്ലാസ്റ്റിക്കിന് 20 മൈക്രോൺ താഴെ പറ്റത്തില്ല. പ്ലാസ്റ്റിക് റീപ്രോസസിങ് ഇതൊക്കെ നെഗറ്റീവ് ലിസ്റ്റാണ്. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും PMEGP ചെയ്യാം. ഇപ്പോൾ ഓട്ടോറിക്ഷയെ പറ്റും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 45 ഓട്ടോറിക്ഷയാണ് ഇവിടെ വിട്ടിരുന്നത്. ഈ വർഷം ഇതുവരെ 29 PMEGP ആണ് ഇന്ന് വരെ നമുക്ക് കോട്ടയം താലൂക്കിൽ വന്നിട്ടുള്ളത്. എല്ലാം തന്നെ ഞങ്ങൾ ബാങ്കിലേക്ക് വിട്ടിട്ടുണ്ട്. 5 സാങ്ഷൻ ആയിട്ടുണ്ട്. ലാസ്റ്റ് അപ്ഡേഷൻ എടുത്തിട്ടില്ല, എടുക്കണം. കഴിഞ്ഞ വർഷം ആഴ്ച വരെയുള്ള കസ്റ്റഡിയായിട്ട് 29 ഇപ്പോൾ 5 സാങ്ഷൻ ആയിട്ടുണ്ട്. നിരന്തരം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയും. നമ്മുടെ ടൈം 8 7:55 ആയിട്ടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. PMGPയെ കുറിച്ച്, അത് നമ്മളിലേക്ക് എത്തിക്കുന്ന രീതികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും സംരംഭവുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണെങ്കിൽ PMGP എടുത്തിട്ടുണ്ടെങ്കിൽ ബിദുൻ പറയും. ഹലോ. സാറേ, ഞാൻ PMEGPയുടെ ഗൈഡ് ലൈനില് ബാങ്കുകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗൈഡ് ലൈനിൽ പറയുന്നുണ്ടോ, അതോ ബാങ്കിന്റെ അത് പറയാം. അത് ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ്. ആരാ ലോൺ തരുന്നത്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ല, ലോൺ തരുന്ന ബാങ്ക് അല്ലേ? ഏത് ബാങ്ക് ലോൺ തരുന്ന ബാങ്ക്. അപ്പൊ ആരാ പലിശ തീരുമാനിക്കുന്നത്? ബാങ്കാ, നമ്മളല്ല. നമ്മുടെ ഗൈഡ് ലൈനിൽ ബാങ്കിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ബാങ്കിന്റെ അധികാരം ബാങ്കിന് പലിശ വ്യത്യാസം ഉണ്ടാവും. പലിശ ബാങ്ക് ടു ബാങ്ക് ചെറിയ വേരിയേഷൻ ഉണ്ട്. അവരിതിപ്പോ ഇപ്പോഴത്തെ കറണ്ടില് ഇപ്പൊ എത്രയാണ്? അവർ 12% ഒക്കെയാണ് പറയുന്നത്. അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാങ്കാണ് തീരുമാനിക്കുന്നത് സാറേ. ബാങ്കിന് ഡിസ്കസ് അല്ല, അതിന് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലേ? കാരണം ഇത്ര സാറേ, ബാങ്കിന് പലിശ റേറ്റ് ഉണ്ട്. അങ്ങനെ വേറെ കാര്യം കൊടുക്കാവുന്നതല്ല. ഇത് ഹയർ റേറ്റ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെ? കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലായിരിക്കും. 12 ഒക്കെയാണ്. 12% എന്ന് വെച്ചാൽ നോർമൽ റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷെ അത് ബാങ്കാണ് തീരുമാനിക്കുന്നത് അല്ലെ? അതെ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട് സാറേ, ശരിക്കും 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 9 ലക്ഷം രൂപ പലിശ കിട്ടി ചിന്തിക്കാൻ മതി. കാരണം 3 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടല്ലോ. ഈ സബ്സിഡി അപ്ഫ്രണ്ട് സബ്സിഡി അല്ലല്ലോ, 3 വർഷം ബാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, 3 ലക്ഷം അവിടെ കീപ്പ് ചെയ്യും. 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ 3 വർഷം കൃത്യമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുള്ളൂ. കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനിടയ്ക്ക് കൂട്ടിപ്പോയാൽ സബ്സിഡി തിരിച്ചു പിടിക്കൂട്ടോ. ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇടയ്ക്ക് കൂട്ടിപ്പോയാൽ സബ്സിഡി തിരിച്ചു പിടിക്കും. സബ്സിഡി സാറേ 3 കൊല്ലം ബാക്കി കിടക്കുവാ. ലോക്കിംഗ് പീരീഡാ. ഇപ്പോഴാണ് എക്സ്റ്റേണൽ ഏജൻസി. നേരത്തെ എക്സ്റ്റേണൽ ഏജൻസി ഇല്ലായിരുന്നു. ഒരുത്തം ബാങ്കിനെ പറ്റിച്ചു നടന്നു. ഞാൻ പാലായി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റിപ്പോർട്ട് കൊടുത്തു. കാരണം ഒന്നുമില്ല, കൂട്ടിപ്പോയി. കൂട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കും. അത് തിരിച്ചു പിടിക്കും. ബാങ്ക് തിരിച്ചു പിടിക്കും. നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ. ബാങ്കിന് ലോക്കിനായിട്ട് കിടക്കുമല്ലേ. നമ്മള് 3 വർഷമാണ് അതിന്റെ ടാർഗറ്റ് പീരീഡ്. 3 വർഷം കഴിഞ്ഞെങ്കിലേ നമ്മുടെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കും. 3 വർഷം സക്സസ്ഫുൾ ആയിട്ട് നടക്കണം. എന്താണ് സാറേ, നമ്മളൊരു കുഞ്ഞ്, ഞാൻ പറയാട്ടോ ചോദിച്ചോളൂ, നമ്മുടെ കുഞ്ഞ് 3 വർഷം വരെയൊക്കെ കൈ പിടിച്ചെടുക്കാനുള്ള പാടല്ലേ ഉള്ളൂ. ഇതിൽ ഞങ്ങൾ പൊക്കോളൂ. അതുപോലെ PMEGPയുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒരു EMI കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സാർ ഒന്ന് കാണിച്ചു തരാമോ? ഷെയർ ചെയ്തിട്ട് എവിടെയാണ് നമുക്കത്? കോട്ടയത്ത് വന്നു ഞാൻ ചെയ്തു തരാം. കോട്ടയത്ത് ഞങ്ങളുടെ ഓഫീസിൽ വന്നു കേട്ടോ. അല്ല, ഇന്റർനെറ്റില്
വീട് എവിടെയാ? ഞാൻ വീട് എവിടെയാ? വീട് ഞാൻ എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂർ. ഞാൻ പ്രോസസ്സിംഗിലുണ്ട്. ഇപ്പൊ ഓൾറെഡി ഓ, കണ്ണൂരാണല്ലേ? കണ്ണൂരാണെങ്കിൽ കണ്ണൂര് അല്ല. ഞാനിപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസർ ആയതുകൊണ്ട് ഞാനിപ്പം പ്രാക്ടീസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പം ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. പുള്ളി അവരാ ചെയ്യുന്നത്. മനസ്സിലായോ? അതിൽ പ്രധാനപ്പെട്ട ലിങ്ക്സ് ഏതൊക്കെയാണ് URL വരുന്നത്? ഒന്ന് ഉദ്യമ രജിസ്ട്രേഷൻ നമുക്ക് വേണ്ടേ സംഗതി? ഉദ്യമൊക്കെ വേണം. ഉദ്യം ഉണ്ടെങ്കിലേ ലോണ് കിട്ടുള്ളൂ. അത് വേറൊരു കാര്യം. ഉദ്യം വേണം. അത് KVIC എന്തോ PMAGPയുടെ സൈറ്റില് ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. ഈ PMAGPയുടെ സൈറ്റ് അതിനകത്ത് തന്നെ ഓൺലൈൻ ട്രെയിനിങ്ങും EDPയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം അതുവഴിയല്ലേ പോവുക? അല്ല, ട്രെയിനിങ് ഉദ്യമി എന്നുള്ള സൈറ്റ് ഉണ്ട്. അതിൽ ചെയ്യാം. ട്രെയിനിങ് നമുക്ക് ഓഫ്ലൈൻ ചെയ്യാം, ഓൺലൈൻ ചെയ്യാം. മനസ്സിലായോ? അതിനെ കുറിച്ചൊന്ന് പറയൂ സാർ. അതാ പറഞ്ഞു, ഓഫ്ലൈനും ചെയ്യാം. ട്രെയിനിങ് നിങ്ങളെ ഇഷ്ടമാണ്. ഓഫ്ലൈൻ ചെയ്യണോ ഓൺലൈൻ ചെയ്യണോ? ഉദ്യമി സൈറ്റില് നമുക്ക് ചെയ്യാം. അതിനകത്ത് ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഞാൻ കാണിക്കുന്ന ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് ഓഫീസിലോ നിങ്ങളുടെ ബ്ലോക്കിൽ ഏത് ബ്ലോക്കാ? അല്ല, എന്റെ സ്റ്റേജ് ഒന്നാം ഘട്ടം കഴിഞ്ഞു സാർ. ഞാൻ പ്രോസസ്സിംഗിലുള്ള എന്റെ PMAGP ID പോർട്ടലിൽ യൂസർ ID പാസ്വേഡ് ജനറേറ്റ് ആയി. ഇപ്പൊ ബാങ്കിലേക്ക് പോകാനായിട്ട് DAC GM കണ്ണൂർ GMന്റെ അടുത്താണ് ഇപ്പൊ ഉള്ള ഫയൽ. ഓക്കെ. ബാക്കി ഇനി എന്താ ഞാൻ ചെയ്തു തരണ്ടേ? ഞാൻ എന്താ ചെയ്തത്? അല്ല, അത് എന്റെ നമ്പർ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആസ് എ ലോൺ റീപെയർ എന്ന നിലയ്ക്ക് നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ലോണൊക്കെ അടവ് കറക്റ്റ് ആണോ, ഇതൊക്കെ എവിടെയാ മോണിറ്റർ ചെയ്യാൻ പറ്റുക? നമുക്കൊന്ന് സൈറ്റിനകത്ത് ഏത് ലിങ്കിൽ പോയാലാണ്? അല്ല, അങ്ങനെയല്ല. അത് നമുക്ക് അടവ് ബാങ്കിൽ അറിയാം. അത് ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ബാക്കി എത്ര അടയ്ക്കാനുണ്ട് ഇനിയുള്ള? അല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിലാണ് ട്രാക്ക് ചെയ്യുന്നത്, നമ്മളല്ല. ഓക്കെ. എന്റെ നമ്പർ ഞാൻ സൈറ്റ് ഇട്ടിട്ടുണ്ട്. ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. അത് ലാസ്റ്റ് ലോൺ കിട്ടിയതിനു ശേഷം ചോദിക്കുമ്പോൾ അറിയാലോ, അവർക്കറിയാലോ. അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കിൽ ഏത് ബാങ്കാണ് കൂടുതൽ പെട്ടെന്ന് പ്രോസസ് ചെയ്യുന്ന PMAGP? അത് പല സ്ഥലത്തും പല സ്ഥലത്തും. അതെങ്ങനെ മനസ്സിലാക്കാൻ? അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തരുടെ ഓരോ ഓഫീസർമാരെ പോലെയൊക്കെ ഇരിക്കും. അത് അങ്ങനെ ഒരു ഇന്ന ഭാഗം കൃത്യം അങ്ങനെ പെട്ടെന്ന് ഇന്ന വന്ന് താമസിക്കുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പല സ്ഥലത്തും പലതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ കോട്ടയത്ത് കാനറ ബാങ്ക് ആർക്കും വളരെ പെട്ടെന്ന് PMAGP ചെയ്ത് കൊടുക്കുക. ഞാൻ വിളിക്കാം. കാനറ ബാങ്ക് ആർക്കും വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തെയും ഓരോ ബാങ്കും ഡിപ്പെൻസ്. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ അറിയാം? ഓഫീസറുടെ ഇതൊക്കെ പോലെ ഇരിക്കും അല്ലെ, അവരുടെ താല്പര്യവും. ഓഫീസർ താല്പര്യമൊക്കെ പോകും. പിന്നെ നമ്മളോടുള്ള പോസിറ്റീവ്നെസ് ഒക്കെ കാണുമായിരിക്കും. തീർച്ചയായും പല കാര്യങ്ങളും. അത് ഇന്ന ബാങ്ക് ഒരു ബാങ്ക് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അല്ല, നല്ല ഇപ്പൊ ഒരു സാറ് പറഞ്ഞല്ലോ, ഒരാള് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി അടുത്ത് വരുമ്പോൾ അയാൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഇന്റൻഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റ് എത്തിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് പ്രോസസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാറേ, അതിപ്പോ അങ്ങനെയാ. ഇപ്പൊ ഞാനിപ്പോ സാവധാനം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുവരെ ഇരുന്നു, ഇന്നിപ്പോ ഇരിക്കും. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ എല്ലാവരും തീർച്ചയായും എന്ന് പറഞ്ഞ പോലെ. എന്റെ നമ്പർ നാട് മുഴുവൻ പാട് നടക്കുന്നു, ഇഷ്ടം പോലെ പേർക്ക് അറിയാം. കാരണം സാറിന് പണ്ട് ഞാൻ വൈറലായ കേസ് അറിയാം ഫേസ്ബുക്കിൽ. പറഞ്ഞ പോലെ എല്ലാവരും സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. PMAGP ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോസസ് ചെയ്യാം. അല്ല, ഞാനൊരു മലയാളം ഡോക്യുമെന്റ് എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ ഹായ് വെച്ചാൽ മാത്രം പറയാം. ഇന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാളം ഡോക്യുമെന്റ് PMAGP ഞാൻ എഴുതിയ മലയാളം ഡോക്യുമെന്റ് വാട്സപ്പിൽ ഒരു ചാറ്റ് കൊടുത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ്. വേറെ എന്തെങ്കിലും കൃത്യമായിട്ട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. PMAGP ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. സമാനമായ കേരള സർക്കാരിന്റെ സ്കീം ഏതാണ് എന്ന് പറയാമോ? ഇല്ല, അങ്ങനത്തെ PMAGPക്ക് തത്തുല്യം പറയാൻ പറ്റുന്ന സ്കീം ഉണ്ട്. ഓരോ ദിവസം എടുക്കാം. ESS എന്ന സ്കീമുണ്ട്. അത് വേറൊരു കൺസെപ്റ്റാണ്. ഈ CGTMSE എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷത്തിന് CGTMSE എന്ന് പറഞ്ഞ സ്കീമല്ല. CGTMSE എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഗവൺമെന്റ് പറ്റത്തില്ല. ഈ PMAGP ഒക്കെ CGTMSE പെടുത്തി അവർ കൊടുക്കുന്നത്. സിബിൽ സ്കോർ ഒക്കെ സിബിൽ സ്കോർ നിർബന്ധമാണല്ലോ. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സാറേ, സിബിൽ സ്കോർ നിർബന്ധമാണെന്ന്. അത് എന്റെ എക്സ്പീരിയൻസ് പറയാം സാറേ. അതിനകത്ത് PMAGP സ്കോർ കാർഡ് പോർട്ടലിനകത്ത് വരുന്നുണ്ട്. ആ സ്കോർ കാർഡിനകത്ത്
സിബിൽ സ്കോർ നോക്കുന്നുണ്ട്, നമ്മുടെ വയസ്സിന്റെ കാര്യം, നമ്മുടെ റീപേയ്മെന്റ്, നമ്മുടെ ബാങ്കുമായിട്ടുള്ള റിലേഷൻ, കുറെ ക്രൈറ്റീരിയ വെച്ചിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് 100 മാർക്കിൽ എത്ര ഇയാൾക്ക് ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്റെ ഇപ്പൊ സ്കോർ 79 എന്റെ സ്കോർ. അപ്പം എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ അല്ലേ സാർ? വർക്കബിൾ ആണോ 79 സ്കോർ? തീർച്ചയായും. അപ്പൊ ഈ സ്കോർ കാർഡിനനുസരിച്ചും ഒക്കെയാണ് എലിജിബിലിറ്റി അത് പാസ്സാവാനുള്ള സാധ്യതകൾ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, സെക്യൂരിറ്റി മാത്രം മതിയോ? ഇല്ലാണ്ട് വേറെ PMAGPക്ക് 10 ലക്ഷം വരെ സെക്യൂരിറ്റി വാങ്ങരുതെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ. 10 ലക്ഷത്തിന് മുകളിലേക്ക് വന്നാൽ സെക്യൂരിറ്റി ബാങ്കിന് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബാങ്കുകൾ ചോദിക്കും. കൊളാറ്ററൽ സെക്യൂരിറ്റി പറഞ്ഞാൽ അഡീഷണൽ സെക്യൂരിറ്റി പറഞ്ഞ മനസ്സിലായോ? നമ്മൾ വണ്ടി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. വണ്ടി എടുക്കുമ്പോൾ വണ്ടി നമ്മൾ ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ പറയാം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് PMEGP-യുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിമിലർ ലോണുകളായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ലോറൻസ് സാറ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലും അതിന് സഹായങ്ങൾ കൊടുക്കുന്നതിലൊക്കെ വളരെ കൃത്യമായ എന്താ പറയുന്നത് സഹായങ്ങൾ നൽകുന്ന വ്യക്തിയാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സാറേ, വ്യവസായ വകുപ്പ്, കേരള വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്ന സബ്സിഡൈസ്ഡ് സ്കീം വേറെ ഏതാ ഉള്ളത് നമുക്ക് അവലംബിക്കാൻ കഴിയും? എന്റർപ്രണർ സപ്പോർട്ട് സ്കീം ഉണ്ട്. ഞാൻ അടുത്തൊരു സെഷൻ എടുക്കാം. ESS ഉണ്ട്, OFOE എന്ന് പറഞ്ഞ പദ്ധതി. അതില് ഞാൻ ഒന്ന് കണ്ടത് മാർജിൻ മണി ഗ്രാന്റ് ഉണ്ട്. അതില് എത്ര 6% എന്തോ സർക്കാർ സബ്സിഡി കൊടുക്കുന്നത്. അതാണ് OFOE. അതിന് നമുക്ക് വേറെ സെഷൻ എടുക്കാം, കുറെ പറയാനുണ്ട്. OFOE കേരള ഗവൺമെന്റ് ആണ്. അത് കേരള ഗവൺമെന്റ്. ESS കേരള ഗവൺമെന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കീമാണ് ESS, എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. അത് എത്ര പരമാവധി പരിധി എത്ര വരെ എടുക്കാം? ESS ലോൺ അല്ല, സബ്സിഡിയാണ്. അത് പരമാവധി 40 ലക്ഷം വരെ കിട്ടും. അത് പല ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ മണിക്കൂറുകൾ എടുക്കാനുണ്ട്. എന്താ പറയുന്നത്, നെക്സ്റ്റ് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അത് പ്രൊഡക്ഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. സേവന മേഖലയിൽ ഏതൊക്കെയുണ്ട്? സേവന മേഖലയിൽ നമുക്ക് മാർജിൻ മണി ചെയ്യാം. മാർജിൻ മണി ഗ്രാന്റ് കേരള ഗവൺമെന്റ്. അത് PMGP കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് പക്ഷേ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. അതിന് ഓൺ കോൺട്രിബ്യൂഷൻ കൂടില്ല. എന്ത് കൂടില്ല? ഓൺ കോൺട്രിബ്യൂഷൻ ഇവിടെ 5% ഉള്ളൂ, അല്ലെ 10% പരമാവധി ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് വേറെ സ്കീമുണ്ട്, PMFME എന്ന് പറയും. ഇതിനുവേണ്ടി PMF എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ മാത്രം. അത് നമുക്ക് എടുക്കാൻ തരാം. ജനറൽ സ്കീമാണ് ഇപ്പൊ പറഞ്ഞത്. PMGP ഏറ്റവും നല്ല സ്കീമിലൊന്നാണ് PMFME. ഫുഡിന് മാത്രമാണ്. പ്രൈം മിനിസ്റ്റർ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് എന്റർപ്രൈസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ നമ്പർ തരാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ വളരെ ആധികാരികമായിട്ട് മനസ്സിലാക്കി, പ്രത്യേകിച്ച് നമ്മൾ എന്റർപ്രണർഷിപ്പുമായിട്ട് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തേണ്ടത് നല്ലതാണ്. ഏതാണ് നമുക്ക് പറ്റുന്ന സ്കീം, ഏതാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിനെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും നന്നായിരിക്കും. സോ അതിനിങ്ങനെയുള്ള സെഷൻസ് തീർച്ചയായിട്ടും നന്നായിരിക്കും. തീർച്ചയായിട്ടും അടുത്ത ദിവസം നമ്മൾ സാർ പറഞ്ഞ പോലെ OFOEO അല്ലെങ്കിൽ എന്താ പറയുക EFS അല്ലേ സാർ? ESS അതിനുള്ള 1-2 സെഷൻസും കൂടെ നമുക്ക് ചെയ്യാം. സോ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാർ. ലോറൻസ് സാർ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്ക് ഇതുപോലത്തെ സെഷനിലേക്ക് വിളിച്ചു. ഞാൻ ഓഫീസിലായിരിക്കുന്നു. ആയിക്കോട്ടെ. ഓക്കെ, തീർച്ചയായും താങ്ക് യു. ഇപ്പൊ സാറ് 2 പ്രാവശ്യം എനിക്ക് വേണ്ടി സെർവ് ചെയ്തു. ഉച്ചയ്ക്ക് ഒരു കരിയർ ഗൈഡൻസിന്റെ ഒരു സ്കൂളിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ സെഷൻ ആയിരുന്നു. അതിനുശേഷം സാർ വീട്ടിൽ പോയിട്ടില്ല, ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ സാർ, കാണാം. താങ്ക് യു. ബൈ. സീ യു. ഗുഡ് നൈറ്റ്.